നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബത്വാമനുസന്തദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്ര येन त्वया भारततैलपूर्ण प्रज्वालितो ज्ञानमयप्रदीपा प्रपन्नपारिजाताय स्तोत्रवैत्रय्यपाणये ज्ञानमुद्राय कृष्णाय गीतामृतदुगे नमः. सर्वोपनिषदो गावो दुग्धा गोपालनन्दन पार्थो वत्ससुखीर्भोक्ता दुर्दङ्गेदामृतं महद वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं. भीष्मद्रोणतटा जयद्रथजला गान्धारनीलोबला शल्यग्राहवती कृपेण वगनी कर्णेन वेलाकुला अश्वत्थामविकर्णघोरमगर दुर्योधनावर्तिनी सोत्तीर्णागलु पाण्डवैलनदी कैव्रत्तगकेशवा पाराशर्यवजः सरोजममलं गीतार्थदण्डोत्कलं ज्ञानाख्यानककेसरं हरिकथा सम्बोधनाबोधितं लोके षड्जन षट्पदैरहरग पेवीयमानं मुदा पुराद्भारतपङ्कजङ्गरिमल अन्नं दिनश्रेयसे मूगं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं. यं ब्रह्मा वरुणेन्द्ररुद्रपरुतः स्तुन्यन्ति दैवैस्तवैः छन्दोपक्रमोपनिषदे गायन्ति यं सामः ज्ञानावस्थितदग्गजेन मनसा पश्यन्ति यं योगिनो യന്തം നവിദുസുരാസുരഗണ ദേവായ. പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞ 8 മാസത്തിനിടെ 25ഓളം പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കാൻ സരോവരം എന്ന ഈ സ്ഥാപനത്തിന് സാധിച്ചു എന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ്. ഇവയിൽ ഏറെയും ഭാരതീയ സംസ്കാരവും പൈതൃകവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ്. കൂടാതെ പുതിയ എഴുത്തുകാർക്ക് പ്രചോദനം എന്ന നിലയിൽ അവരുടെ കഥകളും കവിതകളും സരോവരം പ്രസിദ്ധീകരിക്കാറുണ്ട്. സരോവരം പ്രസിദ്ധീകരിക്കുന്ന ഭഗവത്ഗീതയിൽ അടിസ്ഥാനമാക്കിയുള്ള 2ാമത്തെ പുസ്തകമാണ് ശ്രീ ഹരിസുന്ദർജി എഴുതിയ സുഹൃതം എന്ന ഈ കൃതി. മാനേജ്മെന്റ് വിദഗ്ധനായ ശ്രീ ഹരിസുന്ദർജി മാനേജ്മെന്റ് വീക്ഷണ കോണിലൂടെ ശ്രീമദ് ഭഗവത്ഗീതയെ അപഗ്രഥിച്ച് തയ്യാറാക്കിയതാണ് ഈ കൃതി. മനുഷ്യന്റെ സാധാരണ ദൈനംദിന ജീവിതത്തിൽ നേരിടേണ്ടി വരാറുള്ള നിരവധി പ്രശ്നങ്ങളെ ഭഗവത്ഗീതയിലൂടെ എങ്ങനെ പരിഹരിക്കാം എന്നതാണ് ഈ പുസ്തകത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. ശ്രീകൃഷ്ണൻ ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും ശ്രേഷ്ഠനായ മാനേജ്മെന്റ് വിദഗ്ധനായിരുന്നു എന്ന് അദ്ദേഹം തന്റെ ഈ കൃതിയിലൂടെ സ്ഥാപിക്കുകയാണ്. ദൈനംദിന ജീവിതത്തിലെ ഉദാഹരണങ്ങളിലൂടെ ആ പ്രശ്നങ്ങളുടെ പരിഹാരം അദ്ദേഹം ശ്രീകൃഷ്ണനെ ഉദ്ധരിച്ചുകൊണ്ട് നിർദ്ദേശിക്കുകയാണ് ഈ കൃതിയിലൂടെ. ശ്രീമദ് ഭഗവത്ഗീതയെ വളരെ സരളമായി വിശ്ലേഷണം ചെയ്യുക, അപഗ്രഥിക്കുക എന്നത് അയത്ന ലളിതമായ കാര്യമാണെങ്കിലും വളരെ കാലത്തെ പരിശ്രമത്തിനൊടുവിലാണ്
ശ്രീ ഹരിസുന്ദർജി ഇത്തരമൊരു കൃതി പൂർത്തീകരിച്ചത്. ഭഗവത്ഗീതയെ ഒരു പുതിയ വീക്ഷണകോണിലൂടെ കാണുന്ന ഈ കൃതി സഹൃദയർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സരോവരം ബുക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ കാര്യമാണ് ഈ കൃതി തിരുവിതാംകൂർ രാജകുടുംബാംഗമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ കരങ്ങളാലാണ് പ്രകാശിതമാവുന്നത് എന്നത്. തമ്പുരാട്ടിക്ക് ഈ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും ആശംസ അറിയിക്കാനുമായി ചരിത്രകാരനും പണ്ഡിതനുമായ ശ്രീ ശശിഭൂഷൺ ജിയും എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ആധ്യാത്മിക പ്രഭാഷണ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ശ്രീമതി ഇന്ദിരാ കൃഷ്ണകുമാർ സരോവരം ബുക്സിന്റെ നല്ലൊരു ഉപദേഷ്ടാവ് കൂടിയാണ്. സരോവരം ബുക്സിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ നിരന്തരം ഉപദേശം തേടാറുള്ളത് ഇന്ദിരാ കൃഷ്ണകുമാർജിയിൽ നിന്നാണ്. അവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ചാണ് പല കാര്യങ്ങളും, വിശിഷ്യ ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറുള്ളത്. അവരെയും അഭിമാനപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയോടനുബന്ധിച്ച് ഒരു സംഗീതാർച്ചന സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സംഗീതാർച്ചനയിൽ പങ്കെടുക്കുന്ന സംഗീത രംഗത്തെ വിദഗ്ധരായ സംഗീതജ്ഞരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ഈ പരിപാടിയുടെ, ഈ കൃതിയുടെ രചയിതാവ് ഡോക്ടർ ഹരിസുന്ദർജി മാനേജ്മെന്റ് വിദഗ്ധനാണ്. പത്തനംതിട്ടയിലെ MIM ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറാണ്. അദ്ദേഹം സംഗീത രംഗത്തും മാനേജ്മെന്റ് രംഗത്തും വളരെ സജീവമാണ്. പുസ്തകരചനയിലും അദ്ദേഹം വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സരോവരം ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകമാണ് സുകൃതം. ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സഹൃദയരായ വായനക്കാരാണ് എന്നും സരോവരത്തിന്റെ കരുത്ത്. നിരവധി പുസ്തകങ്ങൾ സരോവരം വരും മാസങ്ങളിൽ സഹൃദയർക്കായി പുറത്തിറക്കുന്നുണ്ട്. കഴിഞ്ഞ 8 മാസത്തിനിടെ പുസ്തകങ്ങൾ സജീവമായി പുറത്തിറക്കാൻ സാധിച്ചത് സഹൃദയരുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ്. വരും ഉദ്യമങ്ങളിലും പ്രിയപ്പെട്ട വായനക്കാരുടെ സർവ പിന്തുണയും പ്രതീക്ഷിക്കുന്നു. സുകൃതം എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യാനായി തിരുവിതാംകൂർ രാജകുടുംബാംഗം ശ്രീമതി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് അവർകളെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഡോക്ടർ ഹരിസുന്ദർ എഴുതിയ അടുത്ത ബുക്ക് സുകൃതം.
ഇത് ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. എന്തെന്നാൽ ഈ ബുക്കിൻ്റെ ഒരു ഫോക്കസ് ഭഗവത്ഗീതയിൽ നിന്നും പ്രസക്തമായ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് മാനേജ്മെൻറ്റ് ആണ് ഇതിൽ അദ്ദേഹം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എല്ലാ ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ്, ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ്, മനസ്സിൻ്റെ ആണെങ്കിലും ഫീലിങ്സിൻ്റെ ആണെങ്കിലും ആക്ടിവിറ്റീസ് ആണെങ്കിലും ക്രൈസിസ് സിറ്റുവേഷൻ, വല്ലാതൊരു ഇപ്പോൾ എല്ലാം ക്രൈസിസ് സിറ്റുവേഷൻ ആണല്ലോ, എല്ലാ ദിവസവും ഒരു ക്രൈസിസ് സിറ്റുവേഷനായിട്ട് മാറുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, ഈ രീതിയിലുള്ള ഒരു പുസ്തകമാണിത്. ഭഗവാനും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഫിലോസഫിക്കൽ ബുക്കുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്രൈസിസിനെ പറ്റി. മീറ്റ് എ ക്രൈസിസ് ആൻഡ് ട്രാൻസെൻഡ് ഇറ്റ് എന്നാണ്. മീറ്റ് എ ക്രൈസിസ് ആൻഡ് ട്രാൻസെൻഡ്. അപ്പോൾ അത് തന്നെയാണല്ലോ ഭഗവത്ഗീതയിലെ മുഴുവൻ തന്നെ അതിലേക്ക് ആണല്ലോ തുടക്കം തന്നെ വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു പുതിയ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇത് പലർക്കും സൗകര്യമായിട്ട് വരും, സഹായകരമായിട്ട് വരും എന്ന് തോന്നുന്നു. ഹരിസുന്ദറിനും ഈ പുസ്തകത്തിനും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം. നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ജേർണലിസ്റ്റായിട്ടാണ് ഹരിസുന്ദറിനെ എനിക്ക് പരിചയം. പ്രസ് ക്ലബിലെ ഹരിസുന്ദർ സ്വയം ചോദ്യങ്ങൾ ചോദിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് അധ്യാപകനായി, ജീവചരിത്രകാരനായി ഹരിസുന്ദറിൻ്റെ പുസ്തകം കണ്ടപ്പോൾ ഈ കോവിഡ് കാലത്തെ എങ്ങനെയാണ് അർത്ഥസമ്പന്നമാക്കാൻ കഴിയുന്നത് എന്ന് എനിക്ക് തോന്നി. കാരണം ഈ ആശങ്കയുടെ നാളുകളിൽ, ഈ സന്നിഗ്ധതയുടെ നാളുകളിൽ ഗീതയെക്കുറിച്ച്, അതും താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുന്ന തരത്തിൽ തയ്യാറാക്കിയ ഈ പുസ്തകത്തിൻ്റെ മൗലികതയെ ഞാൻ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. സുഹൃതം എന്നാണ് പേര്. ആ പേരിനുമുണ്ട് ഒരു ഭംഗിയും ഒരു അന്തസ്സും അതുപോലെ തന്നെ ഒരു ധ്വന്യാത്മകതയും. ഗീതയിലെ എല്ലാമായ ശ്രീകൃഷ്ണൻ ലോകം കണ്ട ഏറ്റവും വലിയ ആചാര്യന്മാരിൽ ഒരാളാണ്, അധ്യാപകന്മാരിൽ ഒരാളാണ്. എങ്ങനെയാണ് തൻ്റെ ശിഷ്യൻ്റെ സന്ദേഹം മാറ്റി എടുക്കേണ്ടത് എന്ന് നന്നായി അറിയാവുന്ന ഒരു ആചാര്യൻ. ആ ആചാര്യൻ എക്കാലത്തെയും അധ്യാപകന്മാർക്കൊരു മാതൃക ആണെന്നാണ് ഹരിസുന്ദർ ഈ പുസ്തകത്തിലൂടെ സ്ഥാപിക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ സങ്കീർണതകളെക്കുറിച്ചോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. ഈ പുസ്തകത്തിൻ്റെ അനൗപചാരികതയെപ്പറ്റിയും ഇതിൻ്റെ മൗലികതയെപ്പറ്റിയും ഉള്ള സന്തോഷം മാത്രം രേഖപ്പെടുത്തുന്നു. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഡോക്ടർ ഹരിസുന്ദർ രചിച്ച സുഹൃതം എന്ന ഭഗവത്ഗീതാ പഠനം വായിക്കാൻ ഇടയായി. ഭഗവാന്റെ മുഖപത്മത്തിൽ നിന്നും പ്രവഹിച്ചതായ ഈ അമൃതധാര സഹസ്രാബ്ദങ്ങളായി ഭാരത മനസ്സിൽ ശാശ്വതമായ സ്ഥാനം നേടിയ ഉപദേശ വചനങ്ങളാണ്. കർമ്മ, ഭക്തി, ജ്ഞാന മാർഗങ്ങളിലായി പല വ്യാഖ്യാനങ്ങളും അവയെ പിന്തുടരുന്ന വിചാരധാരകളും ദാർശനിക ലോകത്തെ അത്യന്തം സമ്പുഷ്ടവും ധന്യവും ആക്കിയിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ജീവിതാനുഭവങ്ങളെ ആധാരമാക്കിയും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള മാർഗമായും പലരും
ഭഗവത്ഗീതയെ പഠന വിഷയമാക്കിയിട്ടുണ്ട്. എല്ലാ സമീപനങ്ങളെയും സാധുവാക്കുന്ന സർവതോമുഖമായ ഭഗവത്ഗീതയുടെ അനുഗ്രഹം ഈ പഠനങ്ങളിൽ തെളിഞ്ഞു കാണുന്നു. ഡോക്ടർ ഹരിസുന്ദർ ഈ രീതിയിൽ 3 ഭാഗങ്ങളിലായി ഗീതാവചനങ്ങളെ സമീപിക്കുന്നു. ഒന്നാമത്തെ ഭാഗത്തിൽ കഠിന തീരുമാനങ്ങൾ എടുക്കേണ്ട അവസ്ഥകളുടെ യാഥാർത്ഥ്യം എന്ന ശീർഷകത്തിലും, രണ്ടാം ഭാഗം ഇന്ദ്രിയ ശക്തികളെ തിരിച്ചറിയുക എന്ന ശീർഷകത്തിലും, മൂന്നാമത്തെ ഭാഗം ധർമ്മം എന്ന സന്തുലിതാവസ്ഥയുടെ സാർവലൗകിക തത്വവും ഇവിടെ പരാമർശ വിഷയമാക്കിയിട്ടുണ്ട്. ജീവിത അനുഭവം എന്തു പഠിപ്പിക്കുന്നു എന്ന സമീപനം ഭഗവത്ഗീത വരികളിലൂടെ വ്യക്തമാക്കാൻ ഡോക്ടർ ഹരിസുന്ദർ ശ്രമിക്കുന്നു. ഈ പരിശ്രമം സഫലമായിട്ടുണ്ടെന്ന് ഈ ഗ്രന്ഥകാരന് ആശ്വാസവും ധന്യതയും ന്യായമായും അവകാശപ്പെടാം. ഈ സതുദ്യമം ഇനിയും ഇത്തരത്തിലുള്ള ഗ്രന്ഥരചനകൾക്ക് പ്രചോദനവും ഊർജവും നൽകാൻ ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ജഗദീശ്വരൻ അതിനുവേണ്ട ക്ഷേമുഷിയും ശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൊട്ടുപ്പൻ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാ ധന്യാത്മാക്കൾക്കും എല്ലാ സുകൃതികൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീതയെ ആധാരമാക്കി ശ്രീ ഹരിസുന്ദർ, ഡോക്ടർ ജി ഹരിസുന്ദർ രചിച്ച സുകൃതം എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം സരോവരം ബുക്സ്, കോഴിക്കോട്ട് ആസ്ഥാനമാക്കിയുള്ള സരോവരം ബുക്സ് പ്രസിദ്ധീകരിക്കുന്നു എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഗീത മാതാവാണ്, ഗീതാംബ എന്നാണ് നാം ഭഗവത്ഗീതയെ പറയാറുള്ളത്. ഒരമ്മ എങ്ങനെയാണോ കുടുംബത്തിലെ എത്രയോ കുട്ടികൾക്ക് അവർക്ക് ആവശ്യമുള്ള പോഷണം അവരുടെ ഘടന അനുസരിച്ച്, ആവശ്യം അനുസരിച്ച്, ഹിതവും പഥ്യവും ഇഷ്ടവും അനുസരിച്ച് കൊടുക്കുന്നത്, അതുപോലെയാണ് ഗീതാമാതാവ് ആത്യന്തികമായിട്ടുള്ള മനുഷ്യലക്ഷ്യം, അത് മോക്ഷമാണ്, അതിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. അനേകം വഴികൾ കാണിച്ചു തരുന്നുണ്ട്. ആ വഴികൾ അത്രയും നമ്മെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതാണ്. അത് ആരുടെ കയ്യിലാണോ ഭഗവത്ഗീത എത്തുന്നത് ആ വ്യക്തിക്ക് തനിക്ക് യോജിച്ച വിധത്തിൽ അതിൽ നിന്ന് പാഠം തിരഞ്ഞെടുക്കാം. മാനേജ്മെൻറ്റ് എന്നതിന് വലിയൊരു കൈപ്പുസ്തകമാണ് ഗീത. സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, ഇതിൽ ജോലി ചെയ്യുന്നവർ, ഇതിൽ സേവനമനുഷ്ഠിക്കുന്നവർ, അവർക്ക് വലുതായ ഒരു ലക്ഷ്യം അവരുടെ മുന്നിലുണ്ട്, വലുതായ ഒരു പ്രതിജ്ഞാബദ്ധതയുമുണ്ട്. അതാണ് സാമൂഹികമായ പ്രതിബദ്ധത എന്ന് നമ്മൾ പറയാറുള്ളത്. അത് എത്രത്തോളം നാം നമ്മുടെ പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്നുവോ അത്രയും ലോകത്തിനും നാം ജീവിക്കുന്ന സമൂഹത്തിനും നമുക്ക് തന്നെയും ഗുണകാരിയാണ്. അതാണ് ഡോക്ടർ ജി ഹരിസുന്ദർ അടിവരയിട്ട് നമുക്കിതിൽ കാണിച്ചു തരുന്നത്. ഈ പുസ്തകത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഇത് എല്ലാവരുടെ കയ്യിലും എത്തട്ടെ. സുഹൃത്തുക്കളുടെ കയ്യിൽ ഇത് തീർച്ചയായും എത്തും. എല്ലാവർക്കും ഇത് തങ്ങളുടെ കയ്യിലെത്താനുള്ള സുഹൃതമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രസിദ്ധീകരണത്തിന്, പുസ്തകത്തിന്, രചയിതാവിന് എല്ലാ വിജയാശംസകളും നേരുന്നു.
पाहि श्रीपते मोहनमूर्ते पाहि श्रीपते मोहनमूर्ते पाहि श्रीपते मोहनमूर्ते पाहि
गोवर्धनगिरीशं स्मरामि गोवर्धनगिरीशं स्मरामि अनिशं गोवर्धनगिरीशं स्मरामि अनिशं
ഗോപാല കൃഷ്ണ സന്ദന ഗോപാല കൃഷ്ണ ഉപാസകേ സന്ദന ഗോപാല കൃഷ്ണ ഉപാസകേ
गोपालक पाहि माम् अनिशम् गोपालक पाहि माम् अनिशम् परमे गोपालक पाहि माम् अनिशम् परमे गोपालक पाहि माम् अनिशम्
योगेन्द्रणं त्वदङ्गेष्वधिक सुमधुरं मुक्तिभजन्ति वासो योगेन्द्रणं त्वदङ्गेष्वधिक सुमधुरं मुक्तिभजन्ति वासो भक्तानां कामवश भक्तानां कामवश दूतरुकिसलयं नजते पाद नित्यं चित्तस्थितं मे नित्यं चित्तस्थितं मे पवनपुरवते कृष्ण कृष्ण कारुण्य सिंधो कृष्ण कारुण्य सिंधो कृष्ण कारुण्य सिंधो कृत्वा
പരമാനന്ദ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മി പ്രതിശതു യോഗേന്ദ്രണ त्वदङ्गेष्वधिक सुमधुरं सुमधुरं मुक्तिभजन्ति वासो योगीन्द्राणां त्वदङ्गेष्वधिक सुमधुरं मुक्तिभजन्ति वासो भक्तानां कामवश भक्तानां कामवश दूतरुकिसलयं न जाते पाद नित्यं नित्यं चित्तस्थितं मे नित्यं चित्तस्थितं मे पवनपुरवते कृष्ण कृष्ण कारुण्यसिन्धो कृष्ण प्रतिशतु परमानंद प्रतिशतु परमानंद सन्तोषलक्ष्मी प्रतिशतु सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय ശ്രീകൃഷ്ണായ വയം നമഃ. എല്ലാവർക്കും നമസ്കാരം. ഈ ആദ്യമായിട്ട് ഈ പുസ്തകത്തെപ്പറ്റി ഒരു 2 വാക്ക്. വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത. നമ്മുടെ ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ കോവിഡ് മഹാമാരിയൊക്കെ ഉള്ള സമയത്ത് പല പ്രശ്നങ്ങളും നാം എല്ലാവരും അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു കൈപ്പുസ്തകമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. കാരണം സയൻസ് ആണെങ്കിലും മാനേജ്മെൻറ്റ് രംഗമാണെങ്കിലും സൈക്കോളജി ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഉള്ള
ഒരു റെഡി റെക്കണർ എന്ന് വേണമെങ്കിൽ ഈ പുസ്തകത്തെ പറയാം. അങ്ങനെയുള്ള പലരുടെയും പ്രഭാഷണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടായി. മാനേജ്മെൻറ്റ് അധ്യാപകനാണ് ഞാൻ. അപ്പോൾ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചുകൂടാ? ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു രചന തുടങ്ങിയത് ഞാൻ. അതിനുശേഷം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങളും അവയെ ഒന്ന് എതിർത്ത് നിർത്തുവാൻ, അല്ലെങ്കിൽ അവയ്ക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ വളരെയധികം ആഴത്തിൽ ഭഗവത്ഗീതയെപ്പറ്റി പഠിച്ചു തുടങ്ങിയപ്പോഴും കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ്, എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ചിലരോട് ചർച്ച ചെയ്തിട്ട് ഈ പുസ്തകത്തിൽ 3 ഭാഗങ്ങളായിട്ട് ഞാൻ ഇതിനകത്ത് ഈ സുകൃതം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളത്. അത് സ്വീകരിക്കുകയോ തമസ്കരിക്കുകയോ ചെയ്യേണ്ടത് വായനക്കാരായ നിങ്ങൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. ആ പുസ്തകത്തിൽ ഞാൻ എൻ്റെ ഇമെയിൽ ID തന്നിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് എഴുതി അയക്കാം. തീർച്ചയായിട്ടും അതിൻ്റെ അടുത്ത എഡിഷൻ വരുമ്പോൾ ഇവയെല്ലാം അതിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഈ പുസ്തകം എഴുതി കഴിഞ്ഞ ശേഷം ഇത് പ്രസിദ്ധീകരിക്കാമെന്ന് ഏറ്റ സരോവരം ബുക്സും അതിൻ്റെ ചാർജുള്ള ശ്രീ കിരൺജിത്ത് മാഷിനും എൻ്റെ അകമഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ യാതൊരു എതിർപ്പും കൂടാതെ, യാതൊരു വൈമുഖ്യവും കൂടാതെ അത് പ്രകാശനം ചെയ്ത ആദരണീയായ അശ്വതിരുനാൾ ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി, തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതിരുനാൾ ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി അവർകളോടും ഞാൻ അഗൈതവുമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ ഈ പുസ്തകത്തെപ്പറ്റി അവരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ പരിപാടിയിൽ പറഞ്ഞ് എന്നെ ബഹുമാനിച്ച, എനിക്ക് അങ്ങേയറ്റം പ്രോത്സാഹനം തന്ന ഡോക്ടർ MG ശശിഭൂഷൺ സർ, അതുപോലെ തന്നെ പ്രമുഖ പ്രഭാഷകയായിട്ടുള്ള ഇന്ദിരാ കൃഷ്ണകുമാർ, കൂടാതെ കാലടി ശങ്കര കോളേജിലെ മുൻ പ്രൊഫസർ, സംസ്കൃതം പ്രൊഫസർ ശ്രീ സുബ്രഹ്മണ്യയ്യർ, അദ്ദേഹം ഇപ്പോൾ ശൃംഗേരി ശാരദാ മഠത്തിലെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ, ശൃംഗേരി ശാരദാ മഠം കാലടിയിലെ ആദിശങ്കര ജന്മക്ഷേത്രത്തിലെ മാനേജറാണ്. അദ്ദേഹത്തോടും എൻ്റെ അഗൈതവമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഇത് കൂടാതെ ഈ പരിപാടിയിൽ കൃഷ്ണഭക്തി ഗാനങ്ങൾ ആലപിച്ച എൻ്റെ സ്കൂൾ മേറ്റ്, പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീ ഗീതാകൃഷ്ണൻ, അദ്ദേഹത്തോടൊപ്പം വയലിൻ വായിച്ച തിരുവനന്തപുരം B വൈഷ്ണവ്, മൃദംഗം വായിച്ച ശ്രീ ഹരിഹരൻ ആത്മാറാം എന്നിവരോടും അഗൈതവുമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകത്തിന് എല്ലാ രീതിയിലുള്ള പ്രചോദനവും നൽകിയ എൻ്റെ അമ്മ, എൻ്റെ ഗുരുനാഥ ശ്രീമതി രാജമ്മാൾ, കൂടാതെ എനിക്ക് എല്ലാ പ്രോത്സാഹനവും തന്ന എൻ്റെ പത്നി ഡോക്ടർ സൗമ്യ, കൂടാതെ എനിക്ക് എപ്പോഴും ഇങ്ങനെ വളരെ വിലയേറിയ സമയം എൻ്റെ ഈ കോവിഡ് സമയത്താണ് ഈ പുസ്തകം എഴുതിയത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ എൻ്റെ കൊച്ചുമകൻ ഗോവിന്ദ്, അവനും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നും അവനോട് ഒപ്പം ചെലവഴിക്കേണ്ട വിലയേറിയ സമയം ആണ് ഞാൻ എടുത്ത ഈ പുസ്തകം എഴുതിയത്. ഈ പുസ്തകം വായിച്ച് വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാവരും തന്ന് എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം.